ഹായ് ഗായ്സ്, എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 2 കിലോ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങളാണ്. അതായത് നമുക്ക് 4 സവോള എടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്ക് ഒന്ന് മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വന്നാൽ മതി. ഇതിപ്പോൾ ഇച്ചിരി കൂടുതൽ ഇതായിപ്പോയി. അപ്പോൾ ചട്ടി വയ്ക്കാം, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് പോകണമെന്നൊന്നുമില്ല. കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെക്കണം. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇഞ്ചിയും പേസ്റ്റ് വെളുത്തുള്ളി എല്ലാം ചേർക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. സബോള ഒന്ന് നല്ലപോലെ വാടുന്നതിനായിട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കണം. ഇട്ട് മൂടി വെച്ച് നല്ലപോലെ വാടി വരണം. വാടി വന്നതിന് ശേഷം വേണം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ. മല്ലിപ്പൊടിയാണ് ബീഫിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. അപ്പോൾ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഈ മല്ലിപ്പൊടി എന്തുമാത്രം മൂത്ത് വരുന്നോ അത്രയും ടേസ്റ്റ് നമുക്ക് ബീഫിനുണ്ടാകും. മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് ഉടയുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി മൂടി വെച്ച് ഒന്നും കൂടെ ആവിയിൽ റെഡിയാക്കുക. ഒരുവിധം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. മല്ലിയുടെയൊക്കെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഒക്കെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, 1 സ്പൂൺ ചേർക്കാം നമുക്ക് പെരിഞ്ജീരകം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ഇതിനകത്ത് കിടന്ന് എത്ര നേരം നമ്മൾ ഈ സബോള വഴറ്റുന്നു അത്രയും ടേസ്റ്റ് കൊടുക്കും. നമുക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല നമ്മൾ 4 സ്പൂൺ മീറ്റ് മസാല മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞങ്ങളിവിടെ കാശ്മീരി മുളക് പൊടിയല്ല ചേർക്കുന്നത്, എരിവുള്ള മുളക് പൊടി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് റെഡിയായി വരുന്നിടം വരെ ഇത് നല്ല രീതിയിൽ വഴറ്റണം. ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഇത് ചെറുതീയിൽ വഴറ്റിയെടുത്തിട്ട് മാത്രമേ നമ്മൾ ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്കിടാം. ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ ബീഫ് ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെച്ചതാണ്. ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വേവിച്ചത്. അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തത്. അപ്പം നല്ലപോലെ ഇതിനെ യോജിപ്പിച്ചെടുത്തിട്ട് മൂടി വെച്ച് നല്ല ചെറുതീയിൽ വറ്റിച്ചെടുക്കണം. ബീഫ് റോസ്റ്റ് അതിൻ്റെ മണമെല്ലാം പച്ച മണമെല്ലാം മാറിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം നല്ല രീതിയിൽ അതൊന്ന് തിളച്ച് വരണം. കണ്ടാൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വരുന്നുണ്ട്. എന്നാലും ഇനിയും റെഡിയാകാനുണ്ട് നല്ലതുപോലെ. ശരിക്കും വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നുണ്ട്. നല്ല റോസ്റ്റഡ് പരുവമായി വരുന്നു. അപ്പോൾ ബീഫ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. ഇതിന് ശേഷം വേണം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, കറുവ, ഏലക്ക എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഒരു 1/2 സ്പൂൺ ചേർക്കുക. കൂടുതൽ ചേർക്കണമെന്നില്ല, 1/2 സ്പൂൺ ചേർത്താൽ മതി. ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനിയും ഒന്നും കൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഒരുപാട് വെള്ളം അങ്ങ് പറ്റിപ്പോകണ്ട. തീരെ നമ്മൾ ഫ്രൈഡ് പരുവം വേണ്ട. ഈ റോസ്റ്റ് പരുവത്തിൽ റെഡിയാക്കി എടുക്കുക. എടുത്തൊന്ന് മൂടി വെച്ച് 10 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേപ്പില നാടൻ വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. സൂപ്പർ ടേസ്റ്റാണ്. 5 ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.